ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ്. ഇതിൻ്റെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. റിസ്ക് അനാലിസിസ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചെയ്യുന്ന സമയത്ത് റിസ്കിനെ അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അനാലിസിസിൻ്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഏതൊരു ബിസിനസ് ഡെസിഷനിലും തീർച്ചയായിട്ടും റിസ്ക് അവിടെ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡെസിഷൻ. കാരണം അത് നമ്മൾ ലോങ് ടേമിലേക്ക് എടുക്കുന്ന ഒരു ഡെസിഷനാണ്. അതിൽ ഒരുപാട് കോസ്റ്റ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക്, അതായത് ആ ഒരു പ്രോജക്റ്റിൻ്റെ ലൈഫ് ടൈമിലേക്ക് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ റിസ്കിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിലും റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ വേരിയബിലിറ്റി ആണ്. ഫ്യൂച്ചറിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതും ആക്ച്വലി കിട്ടുന്നതും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെ തന്നെയാണ് ഇതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത്. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പം അതിന്ന് 10,000 രൂപ കിട്ടും എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നതെങ്കിൽ ആക്ച്വലി അത് 8,000 രൂപയെ അത് നടന്നു കഴിയുമ്പോൾ കിട്ടുന്നുള്ളൂവെങ്കിൽ അവ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, ആ വേരിയേഷൻ, അത് തന്നെയാണ് റിസ്ക് എന്ന് പറയുന്നത്. ആക്ച്വൽ റിട്ടേണും എസ്റ്റിമേറ്റഡ് റിട്ടേണും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. എന്തുകൊണ്ടായിരിക്കാം നമ്മൾ ആക്ച്വലി ഇത്ര കിട്ടുമെന്ന് പറഞ്ഞൊരു സംഭവം കിട്ടാതെ ഇരുന്നിട്ടുണ്ടായിരിക്കാം? ഇമ്പോർട്ടൻറ്റ് റീസൺസ് അതിനുണ്ടായിരിക്കും. ടെക്നിക്കലായിട്ടും എക്കണോമിക്കലായിട്ടും പൊളിറ്റിക്കലായിട്ടും സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻസ് കൊണ്ടും ഫിനാൻഷ്യലായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടും ഫോറിൻ എക്സ്ചേഞ്ച്, ടാക്സേഷൻ, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതിനെ സ്വാധീനിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കാം ആ റിസ്ക് അവിടെ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ഏതൊരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡെസിഷനിലും തീർച്ചയായിട്ടും റിസ്ക്കും ഉണ്ടായിരിക്കും എന്നതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡെസിഷൻ എടുക്കുമ്പോൾ റിസ്കിനെ എങ്ങനെയൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. സോ ഈ ഒരു റിസ്ക് അനാലിസിസിന്റെ പ്രാധാന്യം എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ? 4 കാര്യങ്ങളെ കൊണ്ടാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹെൽപ്സ് ഐഡൻറ്റിഫൈ പൊട്ടൻഷ്യൽ പ്രോബ്ലംസ്. റിസ്ക് അനാലിസിസ് നമ്മൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ അൺസർട്ടനിറ്റീസ് ദാറ്റ് കുഡ് അഫക്റ്റ് ദ സക്സസ് ഓഫ് എ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിൻ്റെ സക്സസിനെ ബാധിക്കുന്നതായിട്ടുള്ള അൺസർട്ടനിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ഇഷ്യൂസ് എന്തെല്ലാമാണെന്ന് നമുക്കൊന്നുകൂടി സ്പോട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യമായിട്ട് പറയുന്നത്. രണ്ടാമത്തത് ഇംപ്രൂവ്സ് ഡെസിഷൻ മേക്കിംഗ്. കൃത്യമായിട്ട് റിസ്കിനെ മനസ്സിലാക്കുകയും അതിൽ എത്ര വരുന്നുണ്ടെന്ന് ക്ലിയർ ആയിട്ട് അറിയുകയും ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ നമുക്ക് കൃത്യമായി സാധിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് പ്രിവെൻസ് ലോസസ്. ഒരു റിസ്കിനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും റിസ്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ അത് പ്രൊജക്റ്റ് ചെയ്യില്ല. അപ്പോൾ ആ ഒരു റിസ്കിനെ അനലൈസ് ചെയ്യുമ്പം അവിടെ നമുക്കത് തോന്നുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്കത് എന്ത് ചെയ്യാം, ആ വരാൻ സാധ്യതയുള്ള ആ ലോസിനെ നമുക്ക് തടയാനൊരു സാഹചര്യം